യും ലഹരി മാഫിയയുടെയും ഭരണമാണ് നടക്കുന്നത്. അവർ ഈ സംസ്ഥാനത്തെ എല്ലായിടത്തും അഴിഞ്ഞാടുകയാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ മീതെ ഒരു നിയന്ത്രണവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. SP-മാരെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റികളാണ്. SHOമാരെ നിയന്ത്രിക്കുന്നത് CPM-ൻ്റെ ഏരിയ കമ്മിറ്റികളാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഒരാളെ ഒരു കാറ് തടുത്ത് നിർത്തി കാറിൻ്റെ ചില്ല് പൊട്ടിച്ച് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി. അപ്പോൾ അയാൾ വിളിച്ച് പോലീസിനോട് പറഞ്ഞപ്പോൾ അത് ആരാണെന്ന് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉടനെ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഏരിയ കമ്മിറ്റി നേതാവിൻ്റെ സ്വന്തം ആളാണ് ഈ ഗുണ്ട എന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് മുട്ടാൻ നോക്കണ്ട ഈ ഗുണ്ടയുമായിട്ട്, മുട്ടാൻ നോക്കിയാൽ രക്ഷയില്ല, അയാളെ സംരക്ഷിക്കാൻ ആളുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളും അസംബ്ലിയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, പൊളിറ്റിക്കൽ പേട്രണേജ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കാർക്കും കൊടുക്കുന്നത് CPM ആണ്.